ഈ പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ളവർ ഉറ്റുനോക്കുന്ന വളരെ ആകർഷണീയമായ ഒരു വ്യക്തിത്വം, വാക്കുകളിലെ ആ ഒരു കരുത്ത്, കണ്ണുകളിലെ തീക്ഷ്ണത, ഇതൊക്കെ ആ യുവാവിനെ വളരെയധികം ശ്രദ്ധേയമാക്കുന്നുണ്ട്. പക്ഷേ ഈ വാക്കുകൾക്കപ്പുറമായി ശ്രീ വർഗീസ് കോറിസനും ശ്രീ ടി പി ശ്രീനിവാസനും പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വളരെ നല്ല കാര്യങ്ങളാണല്ലോ എന്ന് തോന്നും. അതായത് ഈ പറയുന്ന ശിശു സംരക്ഷണ പദ്ധതികൾക്ക് എല്ലാവർക്കും സാർവത്രികമായി എല്ലാം നൽകും എന്നൊക്കെ പറയുമ്പോഴും ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന്? അതിമോഹമാണ് ദിനേശ മോനെ എന്നാണ് ഇപ്പം ഇവരൊക്കെ പറയുന്നത്. മംതാനിയുടെ വിജയവും അതിനെ തുടർന്ന് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ പറയുമ്പോഴേ മനുഷ്യകുലത്തിന്റെ ചരിത്രം നമുക്ക് മില്യൺ കണക്കിന് വർഷത്തിൽ പുറകിലോട്ട് ട്രേസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ അടുത്ത കാലം വരെ ഒരുപക്ഷെ നമ്മളും കടന്നു പോകുന്ന ചരിത്രപരമായിട്ട് ചരിത്രം എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. മനുഷ്യകുലത്തിന്റെ തന്നെ ചരിത്രം എഴുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ അനുനിമിഷങ്ങൾ. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് മാറുക. ഇവിടെ മംതാനി ഇപ്പം വിജയിക്കുന്നത് ഇപ്പം നമ്മളിപ്പോ കാണേണ്ടത് വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഇക്വിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ എന്നുള്ള ഒരു 3 ഘടകങ്ങളാണ്. ഈ 3 ഘടകങ്ങൾ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ജോലിയിലൊക്കെ ആണെങ്കിലും വളരെയധികം പ്രാധാന്യത്തോടു കൂടി വർക്ക് ഫോഴ്സിലെ എംപ്ലോയീസിനടുത്ത് എൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ എടുക്കേണ്ടുന്ന നിലപാടുകളിൽ അടിസ്ഥാനപരമായ നയങ്ങളിൽ പെടുന്നതാണ് ഇത്. അത് മുൻനിർത്തിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇക്വിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ ഈ 3 ഘടകങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പ്രതീക്ഷയാണ്, ഒരു സ്വപ്നമാണ് മജോറിറ്റി വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവും എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു മുറവിളിയാണ് ഓരോ ഇലക്ഷനും നമ്മൾ കാണുന്ന റിസൾട്ടും അതിന്റെ ആവേശവും ക്യാമ്പയിനും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാ രാജ്യത്തും അത് തന്നെയാണ്. അതാണ് ഇപ്പൊ കാൻഡിഡേറ്റ്സ് വന്നിട്ട് അവര് വലിയ പ്രതീക്ഷകൾ കൊടുക്കും. അപ്പൊ അതിന്റെ ആ പ്രതീക്ഷകളുടെ തൂക്കം അനുസരിച്ചാണ് അവർ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുന്നോ. ഒരുപക്ഷെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാൻഡിഡേറ്റ്സ് പോലും സ്ഥാനാർത്ഥികൾ പോലും വൻ വിജയം കരസ്ഥമാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന ആ പ്രതീക്ഷ എത്രമാത്രം ജനങ്ങളിലേക്ക് അത് ഡെലിവറി ചെയ്യാൻ കഴിയുന്നു, ആ പ്രതീക്ഷ നിലനിർത്താൻ കഴിയുന്നുള്ള. പിന്നെ അവർ ജയിച്ചു കഴിയുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അത് പിന്നീട് വരുന്ന ഒരു വിഷയം മാത്രമാണ്. ഇപ്പം ജനങ്ങൾക്ക് മറ്റ് ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് ഇലക്ഷൻ വരുമ്പോഴേക്ക് ഒന്നിൽ ആ പാർട്ടി അല്ലെ ഈ പാർട്ടി ഇങ്ങനെ മാറി മാറി ജയിച്ചുകൊണ്ടേയിരിക്കും. കാരണം മറ്റൊരു ചോയ്സ് വരുന്നില്ല അതുകൊണ്ട്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന ഘടകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇക്വിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ മോഡേൺ രാജ്യങ്ങളിലൊക്കെ വളരെ സമർത്ഥമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വർക്ക് ഫോഴ്സിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോളിസിയാണ്. അത് വെച്ച് പറയുമ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മെജോറിറ്റി സാധാരണക്കാരായ വർക്ക് ഫോഴ്സ് ആയിട്ട് ജനങ്ങളാണ്. അപ്പൊ അവർക്ക് ഇപ്പം ബസ് ഫെയർ സാധ്യമാക്കുക, അതുപോലെ അവര് ദൈനംദിനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കൊണ്ടുവരിക, ഒരു പരിഹാരകനെയാണ് അവർ അന്വേഷിക്കുന്നത് ഓരോ രാഷ്ട്രീയക്കാരിലും. അപ്പൊ അവർ പറയുന്നത് നടപ്പിലാക്കാൻ പറ്റുമോ, അതിന് ബഡ്ജറ്റ് മീറ്റ് ചെയ്യുമോ, ഇത് നഷ്ടക്കച്ചവടമായി മാറുമോ എന്നൊക്കെയുള്ളത് വരാനിരിക്കുന്ന കഥകളാണ്. നമുക്കതിന് കൃത്യമായിട്ട് ഒരു പ്രവചനം ഇപ്പോൾ സാധ്യമല്ല. എങ്കിലും ബേസ്ഡ് ഓൺ ദ അവൈലബിൾ ഇൻഫർമേഷൻ, ഇപ്പൊ ഇതുവരെ നിലവിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ തന്നെ റെന്റ് സ്റ്റേബിളൈസ് ചെയ്യാനുള്ള നടപടിയായിരുന്നു. അതുപോലെ തന്നെ ലാൻഡ് ലോഡ്, അപ്പൊ അവര് എങ്ങനെയാണ് ഒരു ക്ലയന്റ്, ഒരു ടെനന്റിനോട് ട്രീറ്റ് ചെയ്യുന്നത്, ആ അപ്പാർട്ട്മെന്റ് അല്ലെ താമസിക്കുന്ന സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ചൂടുവെള്ളം ലഭ്യമാക്കുന്നുണ്ടോ, -ഡിഗ്രി ടെമ്പറേച്ചർ താമസിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഈ അപ്പാർട്ട്മെന്റുകൾ ശരിയായിട്ടുള്ള പ്ലംബിംഗ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, വെള്ളം സപ്ലൈ ഇനഫ് കിട്ടുന്നുണ്ടോ, ഇതുപോലുള്ള ആവശ്യങ്ങൾ ടെനന്റിന് ചെയ്തു കൊടുക്കാൻ ലാൻഡ് ലോഡ്, അതായത് വീട്ടുടമസ്ഥർ നിർബന്ധിതരാവുന്ന ഒരു നിയമമാണ് അദ്ദേഹം ആദ്യം സൈൻ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ അത് തീർച്ചയായിട്ടും അദ്ദേഹം ക്യാമ്പയിനിൽ എടുത്തു കാണിച്ച ഒരു വൺ ഓഫ് ദ ടോപ്പ് പോളിസീസ് ഒന്നായിരുന്നു. അപ്പൊ അതിൽ തന്നെ അദ്ദേഹം ആദ്യം സൈൻ ചെയ്തിട്ടുണ്ട്. വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം അത് അനൗൺസ് ചെയ്യുമ്പോൾ അടുത്ത് തടിച്ചുകൂടിയ ജനം ആരവത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത്. അപ്പോ ഇതിനുള്ള പറഞ്ഞോളൂ. നമുക്ക് ശ്രീ ടി പി ശ്രീനിവാസനിലേക്ക് കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇപ്പോ ഈ മേയർ എന്ന ഒരു പദവിയിൽ നിന്ന്, മേയർ ഇരിക്കുന്ന ഓഫീസിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്കുള്ള ദൂരം ഒട്ടും കൂടുതലല്ല എന്ന് വിശ്വസിക്കുന്ന നിരവധി പേർ അമേരിക്കയിലുണ്ട്. അപ്പോ അദ്ദേഹം ഒരു ഭാവി പ്രസിഡന്റായി അദ്ദേഹത്തെ വിഭാവനം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? എനിക്ക് തോന്നുന്നത് അത്ര സാധ്യമാവുന്ന കാര്യമല്ല എന്നാണ്. കാരണം ന്യൂയോർക്കിലെ ഫോഴ്സസ് അതിനത്ര ഫേവറബിൾ ആയിരിക്കില്ല. എന്നാലും പ്രസിഡന്റ് ട്രംപിന്റെ പോളിസീസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തും സംഭവിച്ചുകൂടുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യതയോ
ഒന്നും ഞാൻ ഇതിൽ കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് മാത്രം ഒരു പക്ഷേ ഇതാണ് He's not born here, so he cannot be a president. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക ജനിച്ച ആളാണോന്നും ഒരു നിയമമുണ്ട്. അതാണല്ലോ, അതെ, പ്രസിഡന്റ് ആകുന്ന കാര്യത്തിലല്ലേ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാമല്ലോ. അത് വരാൻ സാധ്യതയില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അതുപോലെ പ്രസിഡന്റ് ട്രംപ് എത്രമാത്രം അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതും അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി നമുക്ക് കാണാൻ കഴിയും. അതെ, എന്തായാലും നമുക്ക് ഒരു പ്രത്യാശയോടുകൂടെ അദ്ദേഹത്തിന്റെ ഒരു ഭാവി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ശ്രീ വർഗീസ് കോരസൺ, ഒരു കൺക്ലൂസീവ് റിമാർക്കായിട്ട് 2 മിനിറ്റ് ഉണ്ട്, എന്ത് പറയാം? വളരെ പ്രതീക്ഷയോട് തന്നെയാണ് നോക്കുന്നത്. മംദാനി ഈസ് എ യങ് ചാപ്പ്, ഹി ഈസ് വെരി വൈബ്രന്റ്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു സീ ഹൗ ഹി ഈസ് ഗോയിങ് ടു റൺ ദിസ് തിങ്സ്. 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന്റെ ചലഞ്ച് അദ്ദേഹം ഏറ്റെടുത്തേക്കുന്ന ഇന്ന് ഖുറാനിൽ കൈവച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇത് അമേരിക്കയുടെ ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. അധികം ദൂരമില്ല ഇവിടുന്ന് ട്രേഡ് സെന്ററിൽ, വേൾഡ് ട്രേഡ് സെന്ററിൽ ഇസ്ലാമിക് ഭീകരരുടെ ആക്രമണത്തിൽ തകർന്ന ട്വിൻ സെന്ററും നിൽക്കുന്നുണ്ട്. അത് 1 വർഷത്തിന് മുമ്പ് ഒരു ഇസ്ലാമിക് സെന്റർ അവിടെ തുടങ്ങാൻ തുടങ്ങി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ പ്രാർത്ഥന തുടങ്ങി. എന്റെ ഓഫീസിന്റെ നേരെ പുറകിൽ വെള്ളിയാഴ്ച ഞങ്ങൾ നടക്കുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല. അതേപടി വഴിയിൽ ആൾക്കാർ ഇന്ന് പ്രാർത്ഥിക്കുക. ഭയങ്കരമായിട്ടൊരു ആൾക്കാർ മൂവ് ചെയ്തിട്ടാണ് ആ സംഭവം ഒന്ന് മാറ്റിയത്. ഇനിയിപ്പോ ഇദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ഐ എം എ പ്രൊഫറ്റിക് ഇസ്ലാം ലീഡർ എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ഒരു മംദാനി എങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ജൂസ് ഉണ്ട്, വാൾ സ്ട്രീറ്റ് ഉണ്ട്, ഇവരെല്ലാം ഒരേ രീതി കൊണ്ടുവന്നിട്ട് എങ്ങനെ ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു പ്രകടനത്തിൽ ഇത് മാറ്റി നിർത്തിയിട്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളത് ഒരു കോൺസെൻസസ് ഉണ്ടാക്കുന്ന ഒരു നല്ല ഒരു വിസ്ഡം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർക്കസ് അറലീസ് പറഞ്ഞതുപോലെ യു ഹാവ് ദി പവർ ടു സ്വിച്ച് ഓവർ ടു യുവർ മൈൻഡ്, നോട്ട് യുവർ ഔട്ട്സൈഡ് ഈവൻറ്റ്സ്. റിയലൈസ് ദിസ്, യു വിൽ ഫൈൻഡ് ദിസ് സ്ട്രെങ്ത്. അദ്ദേഹത്തിന് എല്ലാ ശക്തിയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്ക് സിറ്റിയെ ശക്തമായ മാന്യമായ ഒരു സിറ്റിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഉള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഹൈപ്പോത്തറ്റിക്കലായി മാറാതിരിക്കട്ടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടി പി ശ്രീനിവാസൻ, ശ്രീ വർഗീസ് കോരസൺ ആൻഡ് ശ്രീ സിബി ഡേവിഡ്. അപ്പോ എല്ലാ പ്രേക്ഷകരും കേട്ടതുപോലെ ഈ ഒരു സുഹ്റാൻ മംദാനി അത് ഒരു പ്രഭാതത്തിലെ ആദ്യ നക്ഷത്രമെന്നാണ് പേരിന്റെ അർത്ഥം. രാത്രിയും ഇരുട്ടും മാറുമെന്നും വെളിച്ചം വരുമെന്നും ആകാശം ആദ്യം അറിയിക്കുന്ന നക്ഷത്രം. തന്റെ പോരാട്ടത്തിലൂടെ സുഹ്റാനും പ്രഭാതം വന്നെന്ന് വിളിച്ചു പറയാനാകുമോ? കാത്തിരുന്ന് കാണാം. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.